എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റീസെൻ്റ് ആയിട്ട് നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്ത നൈറ്റ് ഓൾവേസ് കംസ് എന്ന സിനിമയെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഫിലിമിന് നിങ്ങളുടെ ടൈം കൊടുക്കണോ വേണ്ടയോ എന്നൊക്കെ അറിയാൻ ഈ വീഡിയോയുടെ അവസാനം വരെ കാണുക. നമുക്ക് അധികം വൈകിയാതെ വീഡിയോയിലോട്ട് കിടക്കാം. ഫിലിമിന്റെ പ്ലോട്ടിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, ലിനറ്റ് തൻ്റെ ബ്രദറിനെ സോഷ്യൽ വർക്കേഴ്സ് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു വീട് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. അപ്പം അതിനു വേണ്ടി ഒരു രാത്രി കൊണ്ട് കുറച്ച് പൈസ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഈ സിനിമ മുഴുവൻ കാണിക്കുന്നത്. ആ പൈസ എങ്ങനെ ഉണ്ടാക്കുന്നു, പൈസ ഉണ്ടാക്കി തീരുമോ, ഈ വീട് അവൾക്ക് വാങ്ങാൻ പറ്റുമോ എന്നുള്ളതൊക്കെയാണ് സിനിമയിലെ മൊത്തത്തിൽ ഉള്ള വിഷയം. ഈ സിനിമ ഒരു രാത്രിയുടെ കഥയാണ് പറയുന്നത്. ഒറ്റ രാത്രി ലിനറ്റ് അനുഭവിക്കുന്ന അല്ലെങ്കിൽ പൈസയ്ക്ക് വേണ്ടി നടത്തുന്ന പോരാട്ടങ്ങളുടെ ഒരു നേർക്കാഴ്ചയാണ് ഈ സിനിമയിൽ നമുക്ക് കാണുന്നത്. ഇതൊരു ക്രൈം ഡ്രാമ ത്രില്ലറാണ് ഈ സിനിമ. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തിനാ മടിക്കുന്നത്? അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഞാൻ പറയുമ്പോൾ തന്നെ അങ്ങനെ ചെയ്യണ്ടേ. ആൻഡ് എൻ്റെ ഡിയറസ്റ്റ് സബ്സ്ക്രൈബേഴ്സ്, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ്, എൻ്റെ ചാനലിൽ കുറേ വീഡിയോസ് ഞാൻ പുതിയതായി ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ കാണുക. ആൻഡ് കൂടുതൽ റെക്കമെൻഡേഷൻ വീഡിയോസ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ആ സിനിമയൊക്കെ നിങ്ങളൊരു സിനിമ പ്രേമിയാണെന്നുണ്ടെങ്കിൽ പോയി ഡെഫിനറ്റായി കണ്ടിരിക്കുക. നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് മൂവീസൊക്കെ ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസൊക്കെ കാണാൻ നിങ്ങളുടെ സിനിമ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിന് ഇതൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ ഈ സിനിമയെ പറ്റിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ, ഈ സിനിമ ശരിക്കും എൻഗേജിങ് ആണ്. ആക്ച്വലി നമുക്ക് ബോറടിപ്പിക്കുന്ന രീതിയിൽ ഇല്ല. OTTയിലാണ് റിലീസ് ചെയ്തതെങ്കിലും നമ്മൾ വാച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു എൻഗേജിങ് ആയിട്ട് എഡ്ജ് ഓഫ് ദ സീറ്റ് എക്സ്പീരിയൻസ് കിട്ടുന്ന രീതിയിലാണ് റൈറ്റിങ്സും അതുപോലെ തന്നെ വിഷ്വൽ ആയിട്ട്, അതായത് സിനിമാറ്റോഗ്രഫി ആണെങ്കിലും ഡയറക്ഷൻ ആണെങ്കിലും ഇവരുടെ ആക്ടിങ് ആണെങ്കിലും പോയിരിക്കുന്നു. ഇതിൽ എടുത്തു പറയേണ്ടത് ലിനറ്റിൻ്റെയും അതുപോലെ തന്നെ കെനി എന്ന് പറയുന്ന ഈ രണ്ട് ക്യാരക്ടേഴ്സ് പ്ലേ ചെയ്തിട്ടുള്ള ആക്ടേഴ്സ് അതിഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഇവരുടെ ആ ഒരു പെയിൻ ഉണ്ടല്ലോ, ആ ഓരോ മൂമെൻറ്റിലും അവർ എക്സ്പീരിയൻസ് ചെയ്യുന്ന പെയിൻ, പ്രത്യേകിച്ച് ലിനറ്റ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ ആ സമയത്തുള്ള പെയിന് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും. ആ സമയത്ത് എന്തൊക്കെ മൈൻഡ് സെറ്റിലൂടെ കടന്നു പോകുന്നു എന്നുള്ളത് വ്യക്തമായിട്ട് ലിനറ്റ് കൈകാര്യം ചെയ്ത ആക്ടർ കാണിച്ചിട്ടുണ്ട്. ഓവറോൾ IMDbയിലൊക്കെ എബോവ് ആവറേജ് റേറ്റിംഗ് ആണുള്ളത്. 5.9 ഒക്കെയാണുള്ളത്. ഏകദേശം ആ ഒരു തന്നെയുള്ളൂ. ആവറേജ് ഒരു സിനിമയാണ്. നിങ്ങൾക്ക് ഈ സിനിമ കാണണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. നിങ്ങൾക്കൊരു സ്ട്രഗിളിങ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, ഒരാൾ സ്ട്രഗിൾ ചെയ്ത് സക്സസ് ആവുമോ ഇല്ലയോ എന്നുള്ള ആ ഒരു ക്യൂരിയോസിറ്റി വെച്ച് പോകുന്ന സിനിമകൾ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമ ചിലപ്പോൾ എൻജോയ് ചെയ്യാൻ പറ്റും. ആസ് ഫാർ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ബോറടിക്കുന്ന ഇതൊന്നുമില്ല. നമുക്ക് ആ 1 മണിക്കൂർ 1.5 മണിക്കൂർ സിനിമ അത്യാവശ്യം എൻഗേജിങ് ആയിട്ട് തന്നെ കണ്ടിരിക്കാവുന്ന ഒരു സിനിമയാണ്. പിന്നെ എന്നെ ഈ സിനിമയുടെ ക്ലൈമാക്സ് ഭയങ്കരമായിട്ട് ഡിസപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇതിൻ്റെ ക്ലൈമാക്സ് എനിക്ക് പേഴ്സണലി സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. എന്തൊക്കെയോ മിസ്സാക്കിയ ഒരു പൂർത്തിയാവാത്തൊരു സിനിമയുടെ ഇതുപോലെ എനിക്ക് തോന്നി. പക്ഷേ ആ സിനിമയ്ക്ക് എങ്ങനെ ക്ലൈമാക്സ് ഇട്ടാലും ചിലപ്പോൾ നമുക്ക് ഡിസപ്പോയിൻറ്റിങ് ആയിട്ട് തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ ഈ സിനിമ കാണുമ്പോൾ ആ ക്ലൈമാക്സ് മോശമായതുകൊണ്ടായിരിക്കണം ചിലപ്പോൾ ഈ സിനിമ ആവറേജ് എന്നൊരു കാറ്റഗറിയിലേക്ക് വന്നത്. അല്ലാത്ത പക്ഷം അത്യാവശ്യം ക്ലൈമാക്സ് വരെയും നമ്മളെ എൻഗേജിങ് ആയിട്ട് പിടിച്ചിരുത്താനുള്ള എല്ലാ കാര്യങ്ങളും ഈ സിനിമയിലുണ്ട്. മറ്റൊരു വീഡിയോ ആയിട്ട് ഈ വരുന്നവരേക്കും ബൈ ബൈ ഗൈസ്.